മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കബീറിൻ്റെ ആശയങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഭക്തി മൂവ്മെൻറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തതിലെ പ്രധാന വ്യക്തിയായിരുന്നു കബീർ എന്നും അദ്ദേഹം എന്തെല്ലാം ആശയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ത്? ഗുരു നാനാക്ക്. ശ്രദ്ധിക്കണം, ഗുരു നാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ്. ഗുരുനാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ്. അപ്പോൾ ഗുരുനാനാക്ക് എന്ന് പറയുന്ന അടുത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം സ്നേഹം, അതുപോലെ തന്നെ എന്താ ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സാഹോദര്യം, ആ കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ. Once Guru Nanak and Bhai Mardana came to rest at a sergeant's Tang's inn. അപ്പം ഒരു ദിവസം എന്തോ സംഭവിച്ചു? ഗുരുനാനാക്കും അതുപോലെ തന്നെ ഭായ് മർദാനയും സാജൻ തങ്സിൻ്റെ എവിടെ വന്നു എന്നാണ് പറയുന്നത്? സത്രത്തിൽ, അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോഡ്ജിൽ വിശ്രമിക്കാനായിട്ട് വരുവാണ്. ഹി ഹാഡ് എ ഹാബിറ്റ് ഓഫ് റോബിങ് ദോസ് ഹൂ സ്റ്റേഡ് ദെയർ. അപ്പം അദ്ദേഹത്തിനൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ആർക്കാണ്? സാജൻ തങ്സിന് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അവിടെ ആരാണ് സ്റ്റേ ചെയ്യുന്നത് അവരുടെ മുതല്, അല്ലെങ്കിൽ എന്താണ്, അവരെ കൊള്ളയടിക്കുക. റോബിങ് ദോസ് ഹൂ സ്റ്റേഡ് ദെയർ. അപ്പം അവരെ എന്ത് ചെയ്യുക? കൊള്ളയടിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? റോബിങ് എന്ന് വെച്ചാൽ എന്താണ്? കൊള്ളയടിക്കുക. ആ സ്വഭാവം ആർക്കുണ്ടായിരുന്നു? സാജൻ തങ്സിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Knowing this, Guru Nanak did not want to rest for the night. അപ്പോൾ ഇതറിയാവുന്ന ഗുരുനാനാക്ക് രാത്രിയിൽ വിശ്രമിക്കാൻ തയ്യാറായില്ല. ഇൻസ്റ്റഡ് ദേ സ്റ്റാർട്ടഡ് സിംഗിങ് ഷാബാദ്. ശ്രദ്ധിക്കണം, ഷാബാദ്. ഷാബാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ദ പ്രെയർ സോങ് കമ്പോസ്ഡ് ബൈ ഗുരുനാനാക്ക്. അപ്പം അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ തയ്യാറായില്ല. രാത്രിയിൽ അദ്ദേഹം എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? ഷാബാദ് എന്ന് പറയുന്ന പ്രെയർ സോങ്സ് ആര് കമ്പോസ് ചെയ്തത്? ഗുരുനാനാക്ക് തന്നെ കമ്പോസ് ചെയ്ത ഷാബാദ് എന്ന പ്രെയർ സോങ്സ് ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. രാത്രി റെസ്റ്റ് എടുക്കാതെ നേരം വെളുക്കോളം ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. ദ റിസൈറ്റൽ മെന്റ് ഇറ്റ് വാസ് unjust to loot others' wealth. അപ്പം എന്താ പറയുന്നത്? ഈ ഒരു സോങ്സിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മെയിനായിട്ടുള്ള മീനിങ് എന്ന് പറയുന്ന ഇറ്റ് വാസ് അൺജസ്റ്റ്. അത് ശരിയല്ല. എന്താ ശരിയല്ലാത്തതെന്നാണ് പറയുന്നത്? നീതികേടായിട്ട് എന്താണ് പറയുന്നത്? ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്. ബാക്കിയുള്ള ആളുകളുടെ മുതൽ കട്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര നീതിപരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഈ ഷാബാദ് എന്ന് പറയുന്ന പ്രെയർ സോങ്സിലൂടെ ഗുരുനാനാക്ക് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സാജൻ തങ്സ് റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. സാജൻ തങ്സിന് ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. വെൻ ഹി ലിസൺ ടു ദ ലിറിക്സ് ഓഫ് ദ സോങ്. അപ്പോൾ എന്താണ്, ഈ ഒരു പാട്ടിലെ വരികൾ ശ്രദ്ധിച്ചതോടുകൂടി സാജൻ തങ്സിന് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു തെറ്റ് മനസ്സിലായി. ഹി ബെഗ്ഡ് ഗുരുനാനാക്ക് ഫോർ ഫോർഗീവ്നെസ്. അപ്പോൾ എന്താണ്, അദ്ദേഹം ഗുരുനാനാക്കിൻ്റെ അടുത്ത് ക്ഷമാപണം നടത്തി. എന്നോട് ക്ഷമിക്കണം. ഇനി ബെഗ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായെന്നാണ് പറയുന്നത്. Guru Nanak advised him to give back all the stolen wealth to the poor and to live honestly. അപ്പം ഗുരുനാനാക്കിൻ്റെ അടുത്ത് ചെന്ന് ക്ഷമാപണം നടത്തി കഴിഞ്ഞപ്പോൾ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് അഡ്വൈസ് ചെയ്തത്? എന്താണ്? ടു ഗീവ് ബാക്ക് ഓൾ ദ സ്റ്റോളൻ വെൽത്ത് ടു ദ പുവർ ആൻഡ് ലിവ് ഹോണസ്റ്റ്ലി. അദ്ദേഹം ഇതുവരെ കട്ടെടുത്ത മുതലുകളെല്ലാം തന്നെ പുവറായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്? ഹോണസ്റ്റ്ലി എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് ജീവിക്കാനും ഗുരുനാനാക്ക് സാജൻ തങ്സിനെ അഡ്വൈസ് ചെയ്തു. Then on, Sajan began a life helping those who visited his inn. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്തോ ചെയ്തെന്നാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോഡ്ജിൽ, അല്ലെങ്കിൽ ആ ഒരു സത്രത്തിൽ വരുന്ന എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ജീവിക്കാനായിട്ട് തുടങ്ങി എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
നോക്കിക്കേ, എന്തെല്ലാം ഐഡിയാസ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാം. വാട്ട് ഐഡിയാസ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? എന്തെല്ലാം ഐഡിയാസാ? ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്. മറ്റൊരാളുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവരുടെ വെൽത്ത് കട്ടെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ എന്തോ ചെയ്യണം? ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്? ഹെൽപ്പിംഗ് അതേഴ്സ്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, വളരെ സത്യസന്ധമായിട്ട് ജീവിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുതലിന്മേൽ ആഗ്രഹിക്കരുത് എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശ്രദ്ധിച്ചേ. അപ്പോൾ ഗുരുനാനാക്കിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് നോക്കാം. Guru Nanak was born in 15th century in the village of Talwandi. തൽവണ്ടി എവിടെയാണിപ്പം? നൗ ഇൻ പാകിസ്ഥാൻ, ഇൻ ഷേഖ്പുര, പഞ്ചാബ്. അപ്പോൾ 15ാം നൂറ്റാണ്ടിലാണ് ആര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ഗുരുനാനാക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. 15ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന് പറയുന്ന വില്ലേജിൽ, എവിടെയാണ്? പഞ്ചാബിലെ ഷേഖ്പുരയിൽ തൽവണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ഗുരുനാനാക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഗുരുനാനാക്ക് അറ്റംപ്റ്റ് ടു ഹാർമണൈസ് ദ ഡിഫറെൻറ്റ് ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. അപ്പം അദ്ദേഹം എന്തിനു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവിടെ? ഹാർമണൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്താണ്? ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ, പല മതങ്ങളിലുള്ള ആശയങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയായിരുന്നു ഗുരുനാനാക്ക്. He traveled within the outside India to propagate his thought. അദ്ദേഹം എന്തു ചെയ്തു? ട്രാവൽ ചെയ്തു. ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിലും, ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം ട്രാവൽ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ഐഡിയാസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുരു നാനക് വാസ് എഗെയിൻസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അദ്ദേഹം എന്തിനെ എതിർത്തിട്ടുണ്ടായിരുന്നു? മതങ്ങളുടെ അകത്തുള്ള റിലീജിയസ് റിച്വൽസ്, മതങ്ങളുടെ അകത്തുള്ള മീനിങ്ലെസ് ആയിട്ടുള്ള അനുഷ്ഠാനങ്ങളെയും കാര്യങ്ങളെയൊക്കെ ഗുരു നാനക് എതിർത്തിട്ടുണ്ടായിരുന്നു. He attempted to propagate the message of one God. അപ്പം നമ്മുടെ കബീർ മോണോത്തിസത്തിനകത്ത് വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാനാക്കും എന്തിലായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ദൈവത്തിൽ അല്ലെങ്കിൽ ഏക ദൈവത്തിൽ ആയിരുന്നു ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ വൺ ഗോഡ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. He promoted the ideals of equality, brotherhood, love, goodness and religious tolerance. അപ്പോൾ അദ്ദേഹം എന്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇക്വാലിറ്റി, സമത്വത്തെ, അതുപോലെ തന്നെ ബ്രദർഹുഡ്, സാഹോദര്യത്തെ, ലവ്, സ്നേഹത്തെ, അതുപോലെ തന്നെ ഗുഡ്നെസ്, നന്മ, അതുപോലെ തന്നെ റിലീജിയസ് ടോളറൻസ്, മതപരമായ സഹിഷ്ണുത എന്നിങ്ങനെയുള്ള ആശയങ്ങളെ അദ്ദേഹം പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡോളട്രി, പിൽഗ്രിമേജ് എക്സെട്ര വെയർ റിജക്റ്റഡ് ബൈ ഹിം. അപ്പം എന്തിനെയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ. അപ്പം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ഐഡോളട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ വെച്ച് ഐഡിയൽ വർഷിപ്പ് അല്ലെങ്കിൽ വിഗ്രഹ ആരാധനയെ എതിർത്തിട്ടുണ്ടായിരുന്നു. പിൽഗ്രിമേജ് അതായത് തീർത്ഥാടനം എന്നിങ്ങനെയുള്ള ആശയങ്ങളെ അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. were rejected by him, അദ്ദേഹം എതിർത്തു. എക്കണോമിക് ഇൻഇക്വാലിറ്റി was questioned and people were encouraged to abstain from using intoxicants. അദ്ദേഹം എന്താ പറഞ്ഞത് ഇവിടെ?
എക്കണോമിക് ഇൻഇക്വാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന സാമ്പത്തിക അസമത്വം, എക്കണോമിക് ഇൻഇക്വാലിറ്റി, സാമ്പത്തിക അസമത്വത്തെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പീപ്പിൾസിനെ എൻകറേജ് ചെയ്തു. എന്തിന് എൻകറേജ് ചെയ്തു എന്നാ പറയുന്ന? യൂസിങ് ഇൻടോക്സിക്കൻസ്. അപ്പം ഇൻടോക്സിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന ആശയം കൂടി അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലംഗർ. ശ്രദ്ധിക്കണം, ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ലംഗർ എന്തുവാണ്? ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ. ലംഗറിന്റെ വേറൊരു പേരാണ്, അല്ലെങ്കിൽ എന്താണ് ലംഗർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്തുവാണെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ആശയം ആരുടേതാണ്? ഗുരുനാനാക്കിന്റെ. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് ലംഗർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ, വെയർ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. ഹിസ് ഐഡിയാസ് ലേറ്റർ പേവ്ഡ് ദ വേ ഫോർ ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അപ്പം ലംഗർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ഗുരുനാനാക്ക് ആയിരുന്നു. ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആളുകൾക്കും, അവിടെ ക്ലാസ് എന്നോ കാസ്റ്റ് എന്നോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യായിരുന്നു? കുഡ് ഈറ്റ് ടുഗദർ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ഗുരുനാനാക്ക് കൊണ്ടുവന്ന ഒരു ആശയമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ ലംഗർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയങ്ങളെല്ലാം തന്നെ ഭാവിയിൽ എന്തിനു സഹായിച്ചു എന്നാ പറയുന്ന? ഫോർമേഷൻ ഓഫ് സിക്കിസം, സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴി തെളിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ശ്രദ്ധിച്ചേ. ഇൻ ഷോർട്ട്, ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ് ഓഫ് കബീർ ആൻഡ് ഗുരുനാനാക്ക്. അപ്പം കബീറിൻ്റെയും അതുപോലെ തന്നെ ഗുരുനാനാക്കിൻ്റെയും ആശയങ്ങൾ എന്തോ ചെയ്തു എന്ന് പറയുന്നത്? അഷ്വേർഡ് ഇൻ എ പീരീഡ് ഓഫ് കൾച്ചറൽ ഹാർമണി ഇൻ മിഡീവിയൽ ഇന്ത്യ. അപ്പം മധ്യകാല ഇന്ത്യയിൽ ഒരു കൾച്ചറൽ ഹാർമണി അല്ലെങ്കിൽ എന്താണ്? സാമൂഹ്യപരവും മതപരവും സോഷ്യലും റിലീജിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താണ്? നമ്മുടെ ഒരു കൾച്ചറൽ ഹാർമണി മധ്യകാല ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരികപരമായ ഒരു സമന്വയത്തിലേക്ക് വഴി തെളിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. ആദിഗ്രന്ഥ്. അപ്പൊ ചോദിച്ച ആദിഗ്രന്ഥ് എന്തുവാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ആദിഗ്രന്ഥ് എന്താണ്? ആദിഗ്രന്ഥ് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരെന്താണ്? ഗുരു ഗ്രന്ഥ് സാഹിബ്. അപ്പൊ എന്താണ് ആദിഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ് സാഹിബ്? ഈസ് ദ ഹോളി ബുക്ക് ഓഫ് സിക്കിസം. സിഖ് മതത്തിന്റെ എന്താണ്? ഹോളി ബുക്കാണ് അല്ലെങ്കിൽ എന്താണ്? വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത്. The Adi Granth contains writings of all the Sikh Gurus begins from Guru Nanak. അപ്പോൾ ഗുരുനാനാക്കിൽ തുടങ്ങുന്ന എല്ലാ സിഖ് ഗുരുക്കന്മാരുടെയും റൈറ്റിംഗ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് ഏതെന്ന് പറയുന്ന ആദി ഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് മോണോത്തിസം and thoughts against caste, gender, race, discrimination are embedded in it. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? മോണോത്തിസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം, അതുപോലെ തന്നെ എന്താണ്? കാസ്റ്റ്, ജെൻഡർ, റേസ്, ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഒരു ഈ ബുക്കിലൂടെ അവർ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഐഡിയാസ് ഓഫ് ജൈനിസം. എന്തെല്ലാം ഐഡിയാസ് അതിനകത്ത് പറയുന്നുണ്ട്? ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം ആർ ഇൻക്ലൂഡഡ് ഇൻ ആദി ഗ്രന്ഥ്. അപ്പം ആദി ഗ്രന്ഥത്തിൽ ഇസ്ലാം മതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ഒക്കെയുള്ള ആശയങ്ങൾ ഈ ആദി ഗ്രന്ഥിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ആദി ഗ്രന്ഥ് അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത് ആരുടെ ഹോളി ബുക്കാണ്? അപ്പം എന്താണ്? സിക്കിസത്തിൻ്റെ ഹോളി ബുക്കാണ്. അതുപോലെ തന്നെ അതിനകത്ത് എന്തെല്ലാം ആശയങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? നമ്മൾ മോണോത്തിസം, അതുപോലെ തന്നെ എന്താണ്? കാസ്റ്റ്, ജെൻഡർ, റേസ്, ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജൈനിസം, ബുദ്ധിസം, ഇസ്ലാം മതം എന്നിങ്ങനെയുള്ള മതങ്ങളുടെ എല്ലാം ആശയങ്ങളെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗുരുനാനാക്കിൻ്റെ
ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി.